സ്തോത്രം. ആ ന്യായമായ പ്രതിഫലം എന്നുള്ള വാക്യം ഓരോ ലംഘനത്തിനും അനുസരിച്ച് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു. ഇബ്രായർ 2:1 മുതൽ 4 വരെയുള്ള വാക്യത്തിന്റെ 4ാമത്തെ എപ്പിസോഡാണ്, ലാസ്റ്റ് എപ്പിസോഡാണിത്. വായിച്ചോ. ന്യായമായ പ്രതിഫലം എങ്കിൽ ശ്രദ്ധിക്കണേ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി. ഗലീല പ്രദേശത്ത്, ഗലീല ദേശം എങ്ങനെയായിരുന്നു? ഇപ്പം ഞാനതങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കാരണം അത് പ്രസംഗിച്ച് എല്ലാവരും കേൾക്കണം. ഗലീല ദേശം എങ്ങനെയാണ്? അത് തന്നെ, ഒന്ന് വായിച്ചേ, വായിച്ച് കേൾപ്പിച്ച എല്ലാവരും കേൾക്കട്ടെ. അതെ, സ്തോത്രം. സെബുലൂൺ, നാഫ്താലി, കടൽക്കരയിലെ യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യായ ഇടിമക്കളായ കർത്താവിൻ്റെ ശിഷ്യന്മാർ പാർത്ത ഗലീല ദേശം, നാഫ്താലി ദേശം, കടൽക്കരയിലെ യോർദാനക്കര, സ്തോത്രം, ഈ പ്രദേശങ്ങളൊക്കെ ഇരുളിൽ കിടന്ന ദേശമായിരുന്നു, ഇരുണ്ട ദേശമായിരുന്നു, ആത്മീക അന്ധത പിടിച്ച ദേശമായിരുന്നു, ആത്മീക ഇരുട്ടായിരുന്നു. ഹിന്ദു പുരാണങ്ങളിലുണ്ടല്ലോ, തപസ്സോമ ജ്യോതിർഗമയ, അസത്തോമ സദ്ഗമയ, മൃത്യോർമ അമൃതംഗമയ. ഞങ്ങൾ ഇരുട്ടിലിരിക്കുന്നു, വെളിച്ചത്തിലേക്ക് നടത്തണമേ. ഞങ്ങൾ അസത്യത്തിൽ നടക്കുന്നു, സത്യത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. ഞങ്ങൾ മരണത്തിന് വിധേയപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ നിത്യജീവനിലേക്ക് നടത്തണമെന്ന് ഹൈന്ദവ മുനിമാര്, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പോയപ്പോൾ പഠിച്ചത് ഇങ്ങനെയാണ്. അവര് പ്രാർത്ഥിച്ച് 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 ചിതൽപുറ്റുകളായിപ്പോയി, അവർക്ക് രക്ഷ കിട്ടിയില്ല. ഹല്ലേലൂയ. എന്താ നമ്മൾ വിചാരിച്ചത്? കർത്താവ് യേശു ക്രിസ്തു വന്നിട്ടാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാനാകുന്നു ജീവൻ. അതിൻ്റെ മറുപടി നമുക്കാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടായത്. കർത്താവിൽ നിന്ന് ആ വചനങ്ങൾ ഏറ്റെടുത്ത് ശിഷ്യന്മാർ ലോകം മുഴുവൻ പ്രസംഗിച്ച് ആ സുവിശേഷത്തിൻ്റെ ധ്വനി കേട്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമുക്കാണ് ആത്മീയ അന്ധതയിൽ കിടന്ന് നമ്മൾ ഈ വെളിച്ചത്തിലേക്ക് വരാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആ വെളിച്ചത്തിൽ വന്ന നമ്മൾ ഈ പ്രമാണം അനുസരിച്ച് ജീവിക്കാതെ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്ത് നമ്മൾ ദൈവശിക്ഷ ഏറ്റ് വീഴുമെന്ന് പറഞ്ഞാൽ എന്താ അതിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത്? അതുകൊണ്ട് എല്ലാവരും ഒരുങ്ങിക്കോണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവ് എന്താ പറഞ്ഞത്? ഒരുങ്ങിയിരിപ്പീൻ, അടുത്ത് ഉണർന്നിരിപ്പീൻ, അടുത്ത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവവചനം അനുസരിച്ച് ജീവിച്ച് ഒരുങ്ങി ഉണർന്ന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ വെള്ളം ഇറങ്ങാതെ നമ്മൾ ചാകേണ്ട ഗതികെട്ട അവസ്ഥ വരും. ചാകാൻ പറ്റൂലല്ലോ. കണ്ടോ, കറക്റ്റാ. കുറച്ചുകൂടി അതിനെ വെളിപ്പാട്. ചാകാൻ പറ്റത്തില്ല, ചാകാൻ പറ്റത്തില്ല. കയറ് തൂങ്ങിക്കഴിഞ്ഞാൽ കയറ് എങ്ങനെയാ? കയറ് പൊട്ടി വീഴുമായിരിക്കും, പൊട്ടി വീഴുമായിരിക്കും, അല്ലേ? മുറുകൂല, അല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, ചാകൂലെന്ന് സാരം. അതുകൊണ്ട് ആ ദുരവസ്ഥ ഈ വചനം കേട്ടോണ്ട് നമ്മൾ എത്ര പേര്? 6 പേരല്ലേ? നമുക്ക് വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതല്ലേ ഞാൻ പറഞ്ഞ, ആൾ കൂടുന്നതിലൊന്നും അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ ആൾ കൂടിയതിനേക്കാളും അതിനെ വെളിപ്പാട് ഇന്നാ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ശരിയല്ലേ? സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവാന്മാരാണ്. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ഭാഗ്യമുള്ളവരാണ് നമ്മൾ. പക്ഷെ എങ്ങനെയാണ് ഭാഗ്യമുള്ളവരാകും? ഈ പ്രമാണമനുസരിച്ച് ജീവിച്ച് ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതാണ് ഈ നിത്യതയ്ക്ക് വേണ്ടി പോകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അപ്പോൾ വായിക്കാം, മക വായിച്ചു നിർത്താം, സമയം പോകുന്നു. ഹല്ലേലൂയ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് മതി, അവിടെ നിൽക്കട്ടെ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി, അടുത്ത് തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി. അല്ല, അത്ഭുതങ്ങൾ അടയാളങ്ങളില്ലേ? ഗലീലയിൽ വന്നിട്ട് എന്ത് ചെയ്തു? പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അത്ഭുതം, അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു. മരിച്ച ബാലയെ ഉയർപ്പിച്ചു. ലാസറിന്റെ കുടിമാടത്തിൽ പോയിട്ട്, ഒരു വലിയ സബ്ജക്റ്റാ അത്. ലാസറിന്റെ കുടിമാടത്തിൽ പോയിട്ട് എന്താ പറഞ്ഞ കർത്താവ്? ലാസറേ എന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് വരികയെന്ന് പറഞ്ഞാൽ അന്ന് ചത്തുപോയവന്മാരെല്ലാം ഉയർത്തെഴുന്നേറ്റ്. കാരണം ജീവന്റെ ആളല്ലേ, ഉടയവനല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് ലാസർ മാത്രം ഉയർത്തെഴുന്നേ, ലാസറേ എന്ന് വിളിച്ചു. ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇനി അതിലും ഉണ്ട് തൂത്. സഭയിലൊക്കെ ആത്മീയമായി ഉയർത്തെഴുന്നേറ്റ് വന്നെന്നൊക്കെ പറഞ്ഞാലും കെട്ടപ്പെട്ട് കിടക്കുകയല്ല കേട്ടോ. ചിന്തിച്ചോണേ എല്ലാവരും. കെട്ടപ്പെട്ട് കിടക്കുക. ആരാ കെട്ടി വെച്ചത്?
കർത്താവ്. പാസ്റ്റർമാർ കെട്ടി വെച്ചു. ഇത് പറയുമ്പോൾ പാസ്റ്റർമാർ എന്നെ എവിടെയെങ്കിലും അവസരം കിട്ടി കഴിഞ്ഞാൽ 2 തരും. അത് വാങ്ങാനും ഞാൻ ഒരുക്കുക. ഒരു കുഴപ്പമില്ല. ധൈര്യമുള്ളവർ ചെയ്തോട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. സ്തോത്രം. മനുഷ്യൻ കെട്ടിവെച്ചിരിക്കുക ഇന്ന് വിശ്വാസികളെ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് ദൈവവചനം അനുസരിച്ച് അപ്പോസ്തല ഉപദേശം അനുസരിച്ച് ജീവിക്കാൻ അവരെ വിടാതെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടച്ചിട്ടിരിക്കുക. അല്ലേ? ശരിയല്ലേ? അടച്ചിട്ടിരിക്കുക. അവിടുന്ന് പുറത്തേക്ക് വരണം. ലാസറിനോട് പറഞ്ഞു, അവൻ്റെ കെട്ടടിക്കാൻ പറഞ്ഞു. ആരാ കെട്ടിയത്? അവിടെ നിൽക്കുന്ന മനുഷ്യരാ കെട്ടിവെച്ചത്. കർത്താവ് ഉയർപ്പിച്ച വിശ്വാസികൾ ഈ ഉയർപ്പ് എങ്ങനെയാണ് ലഭിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് ആത്മീകമായ ഉയർപ്പ് ലഭിക്കുക. അവൻ്റെ മരിച്ചു കിടക്കുന്ന ആത്മാവിന് ജീവൻ വരിക. അവൻ പിന്നെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിഷയം പ്രാപിച്ച് കർത്താവിനെ കർത്തൃത്വം ഏൽപ്പിച്ച്, സ്വതന്ത്രം കർത്താവിനെ കർത്തൃത്വം ഏൽപ്പിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം പോകാൻ പാടില്ല. കർത്താവിനെ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമായി സ്വീകരിക്കാൻ പറഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് കർത്താവാണ് അവനെ നടത്തേണ്ടത്. പിന്നെ സഭയല്ല, കർത്താവിൻ്റെ വചനം അനുസരിച്ച് അവനെ നടത്തേണ്ടത്. അതിന് പാസ്റ്റർമാരുണ്ടെന്നുള്ള വേറെ വിഷയം. സ്തോത്രം. അങ്ങനെ ആ ഉപദേശം പ്രസംഗിച്ച് അവരെ നടത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാതെ അവരെ ന്യായപ്രമാണത്തിൻ്റെ കീഴ്, ഗലാത്യ സഭയിൽ പൗലൂസ് പറയുന്നു, അവരെ ന്യായപ്രമാണത്തിൻ്റെ കീഴ് അടച്ചു സൂക്ഷിച്ചിട്ടിരിക്കുക. എന്തിനാണാവോ? അവരെ പുറത്തേക്ക് കൊണ്ടുവരണം. ന്യായപ്രമാണത്തിന് കീഴടക്കുന്നവർ ഇന്ന് പകലിൽ ഈ ദൂത് കേട്ട് പുറത്തേക്ക് വരണം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്കും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കും വരണം. ന്യായപ്രമാണം നമ്മൾ വായിച്ചു കേട്ടല്ലോ, എബ്രായർ 10:1. അതൊരു നിഴലാണ്, അതൊരു ഷാഡോയാണ്. പൊരുളായ ക്രിസ്തു ഇവിടെ വന്ന് നിൽക്കുക. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ സ്തോത്രം ഇങ്ങനെ പറയുമായിരുന്നു. ആ പഠനം തന്നെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കും അത് തന്നെ അനുകരിക്കാൻ പറ്റാവുന്ന കാര്യമാണ്. സ്തോത്രം. മലാഖി വരെയുള്ള പുസ്തകത്തെ എടുത്ത് പുള്ളി ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് പറയും, ഇത് മോശയിക പ്രമാണം, ഇത് മോശയുടെ പ്രമാണം, ഇത് ക്രിസ്തുവിൻ്റെ പ്രമാണം. മത്തായി തൊട്ട് വെളിപ്പാട് വരെ. ഈ ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള പുസ്തകം അരിച്ചു പറക്കി കോഴി ചിക്കുന്നത് പോലെ ചിക്കി പറഞ്ഞു നോക്കിയാൽ ഈ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കഷ്ണം വാക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. കിട്ടുമോ? കിട്ടത്തില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞു കിട്ടത്തില്ല. ഇത് നമ്മൾ കുറിക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. കർത്താവ് പറഞ്ഞു കിട്ടത്തില്ല. കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് തുടങ്ങുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? കറക്റ്റ്, സ്ത്രീയുടെ സന്തതി. പിന്നീടുള്ള ഓരോ പുസ്തകങ്ങളിലും ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും ഓരോരുത്തരും കഴിച്ച യാഗങ്ങൾ, യഹൂദ ജാതി ഇസ്രായേൽ മക്കൾ കഴിച്ച കോടാനുകോടി ആഗമൃഗങ്ങൾ, അത് ക്രിസ്തുവിന് മേലില്ല. സോളമൻ ആലയം പ്രതിഷ്ഠിക്കാൻ നേരത്ത് ലക്ഷക്കണക്കിന് കന്നുകുട്ടികളൊക്കെയാണ് ഒന്നൊടിക്കുന്നത്, അതെല്ലാം ക്രിസ്തുവിന് മേലില്ല. എവിടെ യാഗം നടന്നോ അതെല്ലാം ക്രിസ്തുവിന് മേലില്ല. അതെല്ലാം ശരിയാണ്. പക്ഷേ മത്തായി തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിലാണ് കർത്താവ് പറഞ്ഞ വചനം നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അവിടെ നിർത്തിയിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 63-ാം വാക്യം വായിച്ചോട്ടെ. ആ വാക്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലായി. ചുവന്ന മഷി കൊണ്ട് ഒന്ന് കുറിച്ചിട്ടോ. യോഹന്നാൻ 6:63. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞാൻ നിങ്ങളോട് അല്ലല്ല, അത് ആദി ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം. എൻ്റെ ഹൃദയത്തെ, എന്നെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പറയുമ്പോൾ ഈ വചനം എൻ്റെ ഹൃദയത്തെ എടുത്ത് ഒലയ്ക്കാനിടയായി. 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി പാട്ടും പാടി സങ്കീർത്തനം സങ്കീർത്തന വീരൻ എന്നാണ് ഗൾഫിൽ എന്നെ കുറിച്ച് പറയുന്നത്. സങ്കീർത്തന വീരൻ. ഇന്നലല്ലേ പാസ്റ്ററായത്, ഞാൻ പാസ്റ്ററൊന്നുമല്ല, സഹോദരന്മാരെന്ന് വിളിച്ചാൽ മതി. ഗൾഫിൽ വെച്ച് സഹോദരന്മാർ ബ്രദർ സങ്കീർത്തനം വായിച്ച എന്ത് മനോഹരം. എന്താ വായിക്കുന്ന അറിയോ? ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ കീറിക്കളയും. ഇന്ന് സാമ്പ്രദത്തിലൂടെയുള്ള ദൂത് എന്തോ ഒരു മനോഹരം. എല്ലാത്തിനും കീറിക്കളയൂടാ, മര്യാദയ്ക്ക് ഇരുന്നോന്ന്. എന്തറിഞ്ഞിട്ടായി പറയണേ റോസപ്പാസ് എഴുതി വെച്ചേക്കണ അങ്ങ് വായിച്ചു വിടുക. അപ്പോൾ അവർ പറയണ ദൂത് ഭയങ്കരമായിരുന്നു. ആർക്ക് വേണ്ടി എഴുതി? കീറിക്കള. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പണ്ടേ കീറിക്കളയേണ്ട കേസിലിട്ട് നമ്മൾ പോകത്തില്ലേ? ദൈവമക്കളെ, അതാ ഞാൻ പറഞ്ഞത്, ആരോട് എന്ത് പറയണം. പൗലോസ് പറയുന്നുണ്ട്, ഓരോരുത്തരോട് എങ്ങനെ പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും
രുചി വരുത്തും. ഓരോരുത്തരോട് എങ്ങനെ പറയണം? ന്യായപ്രമാണത്തിൽ കിടക്കുന്നവരോട് എങ്ങനെ പറയണം? ഹിന്ദുവിനോട് എങ്ങനെ പറയണം? മുസ്ലിമിനോട് എങ്ങനെ പറയണം? അതിനനുസരിച്ച് വചനജ്ഞാനം പ്രാപിച്ചവരോട് പറയണം. ചുമ്മാ എല്ലാവരോടും ഒരേ ഭാഷയെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. ആ വചനത്തിനാണ് ജീവനുള്ളത്. മോശയുടെ വചനത്തിന് ജീവനില്ലെന്ന് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 3:5 മുതൽ വാക്യങ്ങൾ വായിച്ചാട്ടെ പടയെ നിന്ന് വായിച്ചാട്ടെ. ഞാൻ പെട്ടെന്ന് നിർത്താം, ഒരു 10-20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. സ്തോത്രം. 4ാമത്തെ എപ്പിസോഡായത്. ഞാൻ എത്ര പറഞ്ഞ്? 2 കൊരിന്ത്യർ 3:5 മുതൽ വായിച്ചു. ദൈവത്തോട് ഈ വിധം ഉറപ്പ് നിങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനുണ്ട്. ആമേൻ. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. അവൻ നിങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ അല്ലേ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അതെ ഒരു സെക്കൻഡ്. അത് KJV ട്രാൻസ്ലേഷനിൽ പുതിയ ശുശ്രൂഷൻ പ്രാപ്തരാക്കി, പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കിയെന്ന് ഓർക്കുന്നുണ്ടോ? എപ്പോഴും പറഞ്ഞു ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി. ശുശ്രൂഷന്മാരെ പ്രാപ്തരാക്കിയെന്നല്ല, പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാരെ പുതിയ നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാരാക്കിയെന്നാണ് യഥാർത്ഥ അതിന്റെ തർജിമ. അതിന് പോട്ടെ, അടുത്ത വായിച്ചു വന്നോട്ട്, താഴോട്ട് വായിച്ചു വന്ന. അപ്പൊ അക്ഷരം കൊല്ലുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മോശയുടെ പ്രമാണം അത് കൊല്ലുന്ന ശുശ്രൂഷ എന്നാ, മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുക എന്നാ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാണ് ആത്മാവും ജീവനും. ആത്മാവും ജീവനും ക്രിസ്തുവിന്റെ വചനത്തിലാണുള്ളത്. അതാ ജീവിപ്പിക്കുന്നത്. ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുന്നത്ര ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സമൃദ്ധിയായ ആത്മീക ജീവൻ, ആത്മീക വളർച്ച, ആത്മീക വർധനവ്, ആത്മീക നിറവ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതതിൻ്റെ പ്രത്യേകത. അടുത്ത് അത് ശരി, മരണശുശ്രൂഷ. അടുത്ത് നീക്കം വരുന്നത് മരണശുശ്രൂഷ, നീക്കം വരുന്നത്, കൊല്ലുന്നത്. ഇത്ര മതി, ഇനി കൂടുതൽ വായിക്കണ്ട. അങ്ങോട്ട് വായിച്ച് പഠിച്ചോണം. 3-ാം അധ്യായം മുഴുവൻ വായിച്ച് പഠിച്ചോ. ന്യായപ്രമാണത്തെ പൊളിച്ച് പൗലോസ് പുതിയ നിയമം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതാ പൗലോസിന്റെ ശുശ്രൂഷ. അത് ന്യായപ്രമാണത്തെ പൊളിച്ച് കളഞ്ഞ് പുതിയ നിയമം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അത് യോഹന്നാൻ 6:60 മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങളാണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉൽപ്പത്തി മുതൽ മലാഖി വരെ യേശുക്രിസ്തു പറഞ്ഞ ഒരു വചനവും നമുക്ക് കിട്ടത്തില്ല. അത് വായിച്ചാലല്ലേ നമുക്ക് ജീവൻ കിട്ടത്തുള്ളൂ. ആത്മാവ് അവിടെ ഇല്ലെന്നല്ലേ പറയുന്നത്. നമ്മൾ ഈ പഴയ നിയമത്തെ എതിർക്കുകയല്ല ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ ആരും ചിന്തിക്കരുത്. പഴയ നിയമം പല യുഗങ്ങളിലായിട്ട് ദൈവം അവരവർക്ക് കൊടുത്ത പ്രമാണങ്ങളാണത്. അത് ആ പ്രമാണം ഓരോ യുഗങ്ങളിലും അവരനുസരിക്കണമായിരുന്നു. അനുസരിക്കാത്തവർക്ക് കഠിനമായി ശിക്ഷ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞു. അത് കൊടുത്തോണ്ടിരുന്നു. അത് നമ്മളെടുത്ത് വെച്ച് താലോലിക്കേണ്ടെന്നായി പറയുന്നത്. കീഴുള്ളവരോട്. റോമർ 3:19 ന്യായപ്രമാണം പറയുന്നത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട്. റോമർ 7:6 നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഒഴിവുള്ളവരാണ് നമ്മൾ. നമുക്ക് ന്യായപ്രമാണം ഇല്ല, നമുക്ക് ന്യായപ്രമാണം ഉണ്ട്. ഗലാത്യർ 6:2 അത് വായിച്ചു. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. എൻ്റെ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനിയുടെ പോസ്റ്റ് ഓഫീസിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ഇതുണ്ട്, നമ്പർ. പല കമ്പനികൾക്കുണ്ട്. അതിന് ഞങ്ങളുടെ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ നമ്പറിൽ ലെറ്റർ വരും. ലെറ്റർ വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് ബോക്സിൽ ലെറ്റർ വരും. ആ ലെറ്റർ കൊണ്ടുവന്ന് ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ 4 പേര് 4 മൂലയിൽ കിടക്കുന്നത്. നടുക്ക് ചെറുകിച്ച് നല്ല അക്കോമഡേഷനൊക്കെ ആയിരുന്നു. ആ 4 പേര് 4 മൂലയിൽ കിടക്കുന്നു. ഞങ്ങളുടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പ്യൂണ് കൊണ്ടുവന്ന് കത്തിടും. അതിൽ ബഷീറിൻ്റെ പേരിലുള്ള കത്തുണ്ട്, പിന്നെ അലിയുടെ പേരിലുള്ള കത്തുണ്ട്, മാലിക്കിൻ്റെ പേരിലുള്ള കത്തുണ്ട്, സാമ്പോളിൻ്റെ പേരിലുള്ള കത്തുണ്ട്. ഈ 4 പേരുടെ കത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് മാലിക്കിൻ്റെ കത്തോ ബഷീറിൻ്റെ കത്തോ എടുത്തായിരിക്കും എന്തായിരിക്കും സ്ഥിതി? മാലിക്കിൻ്റെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഭാര്യ എഴുതുന്ന കാര്യമായിരിക്കും. അവിടെ കാശ് പഠിച്ച് അങ്ങനെ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുഴൽപ്പണം എത്ര അയച്ചു, അതിവിടെ കിട്ടിയില്ല, ആരാണ്ട് കൊണ്ടുപോയി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എൻ്റെ ഭാര്യ ജൂലി സാം, അവൾ അയക്കുന്ന വിവരം അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
എനിക്കുള്ള മെസ്സേജ് ഞാൻ എടുക്കണം. ശരിയാണോ? ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ദൈവം ഇവിടെ പണ്ട് ഭാഗം വിധമായിട്ട് അന്ത്യകാലത്ത് പുത്രൻ നമ്മോട് അരുളി ചെയ്തു. നമ്മോടുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കണം. അത് കർത്താവ് അരുളി ചെയ്ത സമയത്ത് നമ്മളവിടെ ഇല്ല. അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, അവരെ വരവേൽപ്പിച്ചു. അവരുടെ വചനത്താൽ നിന്നെ വിശ്വസിക്കാനിരിക്കുന്നവരോട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കി പഠിച്ച് ആ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ചാലേ നമുക്ക് ആത്മാവും ജീവനും ഉണ്ടാകത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, കാര്യം ശരി, നമ്മൾ ആത്മീകരാണ് ശരി. പക്ഷെ നമുക്ക് ആത്മീക ജീവൻ, സമൃദ്ധിയായ ജീവൻ നമുക്കില്ല. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോവുക. കാരണം എന്താ? ആത്മശക്തിയില്ല നമ്മളിൽ ദൈവകൃപ വർദ്ധിക്കുന്നില്ല, നമ്മളിൽ വചനത്തിൻ്റെ ജ്ഞാനമില്ല, നമ്മൾ സ്വർഗീയമായ ജ്ഞാനമില്ല. ഓരോ ദിവസവും വചനം ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പഠിച്ചും ആത്മീകമായ ജ്ഞാനം പ്രാപിച്ച്, ആത്മശക്തി പ്രാപിച്ച്, ദൈവകൃപ പ്രാപിച്ച് നല്ല കരുത്തന്മാരായ, ശക്തന്മാരായ, ആത്മീകരായി തീരാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതെവിടെ അങ്ങനത്തെ വിശ്വാസികൾ? ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് സഹോദരൻ ചോദിച്ചാൽ, ഓ എന്നാ പറയാനാ, എന്തു പറ്റി? എല്ലാം പോയി, ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി, മക്കളെല്ലാം നേരെ തല തിരിഞ്ഞു പോയി, എന്തു പറ്റി? എന്താ കാര്യം? നമ്മൾ പ്രമാണത്തിൽ നിന്ന് പോയി അല്ലേ? ശരിയല്ലേ? നമ്മൾ വ്യവസ്ഥയിൽ നിന്ന് പോയി. എനിക്കുള്ള മെസ്സേജ് ഞാൻ എടുക്കുന്നില്ല, വല്ലവർക്കുള്ള മെസ്സേജാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാപമാണെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. പക്ഷേ നമുക്കൊരു ആത്മീകമായ വളർച്ചയുണ്ടാകത്തില്ല, നമുക്കൊരു വർധനവും ഉണ്ടാകത്തില്ല. പത്രോസ് പറഞ്ഞേ, മായമില്ലാത്ത പാല് കുടിക്കണ്ടേ? കുടിച്ചാലല്ലേ വളർച്ചയുണ്ടാകത്തുള്ളൂ. ഞങ്ങളൊരു ദേശത്ത് പോയി പ്രവർത്തിച്ചു, ഈ മാന്യദേഹം അതിന് സാക്ഷിയാണ്. അവിടെ കുറേ പേര് രക്ഷിക്കപ്പെട്ടൊക്കെ വന്നു ഞങ്ങളുടെ ഉപദേശമുള്ള സമയത്താണ്. നല്ല ചാപ്പാടാണ് അല്ലേ? 5 കിലോ ഇറച്ചി, 5 കിലോ അരിയും പച്ചക്കറി, ഭയങ്കര ചാപ്പാടാണ്. ഈത്തുകളൊക്കെ വന്ന് പുട്ടടിക്കാനാ. അത് എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കിടന്ന് കരയുകയാണ്. വിശ്വാസികളൊന്നും നന്നാകത്തില്ല. എന്താ പറ്റിയ കുഴപ്പം? എന്താ കുഴപ്പം? എന്താ നന്നാകാത്തത്? എന്താ ഇത്രയൊക്കെ വചനം പറഞ്ഞിട്ട് നന്നാകാത്തത്? അവസാനം കർത്താവിനോട് സംസാരിച്ച്, എടാ ജനിച്ചാലല്ലേ വളരുള്ളൂ, കൈവിട് വാസ്. ആത്മീക ജനനം നടന്ന കുഞ്ഞല്ലേ വളരുമോ? എനിക്കതാ കുഞ്ഞെങ്ങനെ വളരണേ? ഇവർ വീണ്ടും ജനനം നടന്നിട്ടില്ല അവരില്ലേ? അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വന്നതോ കാപ്പാട് കിട്ടും. അത് തന്നെ കർത്താവിൻ്റെ സമയത്ത്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അത് തന്നെ സംഭവിച്ചത്. ഈ ഭക്ഷണത്തിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി, ഭൂതശാന്തിക്ക് വേണ്ടി, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പിറകെ വന്നവർക്കൊന്നും നിത്യജീവൻ കിട്ടിയില്ല. അവരെല്ലാം പോയി. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പീഡകളും പട്ടിണിയും പരിതാപവുമായിട്ട് കൂടെ നിന്ന ഒരു 12 പേരുണ്ടല്ലോ, അതിലൊരുത്തരും തലതിരിഞ്ഞു പോയി. സ്ഥാനത്തെ പൗലൂസാണ് വന്നേക്കുന്നത്. അത് വിവാദ വിഷയമാണെങ്കിലും അത് പൗലൂസാണെന്ന് വേദപണ്ഡിതന്മാർ ഒരേ ശബ്ദത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൗലൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 12 പേരാണ് ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചത്. ഹല്ലേലൂയ. നമ്മൾ എണ്ണത്തിൽ കുറവാണെന്ന് ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മൾ 5-6 പേര് ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉളറിലോട്ട് അങ്ങോട്ട് കയറി, ഇത് നാളെ മറ്റന്നാൾ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങളുടെ മെസ്സേജായിട്ട് ഇത് വരുമ്പോൾ അത് ഒന്നുകൂടി വെച്ച് കേട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ച് തരുന്നത് അത് ഗ്രഹിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കിയാൽ നമ്മളെല്ലാം കരുത്തന്മാരായ, ശക്തന്മാരായ ഈ തലമുറയെ ദൈവവചനം കൊണ്ട് പോഷിപ്പിക്കത്തക്ക നിലയിൽ ദൈവം നമ്മെ ആത്മീയമായി ഉയർത്തിയെടുക്കുമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലേ? കേട്ടത് ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. ഹൃദയത്തിരിക്കുന്ന ചപ്പൻ ചോറൊക്കെ വലിച്ചു കളഞ്ഞിട്ട് ഈ സാധനം ഉള്ളിലോട്ട് കയറ്റണം. സമയം ഏറെ മുമ്പോട്ട് പോയി. സ്തോത്രം. നമ്മൾ വായിച്ചുകൊണ്ട് നിർത്താൻ പോവുക. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നത്. പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനമായി നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു ഉപദേശം, പുതിയ നിയമസഭയുടെ ഉപദേശം, പുതിയ നിയമസഭയുടെ ആവിർഭാവം, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെയാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പഴയ നിയമത്തിൽ അതില്ല. അപ്പോൾ ചോദിക്കും, ആത്മാവില്ലേ? ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ആത്മാവ് വരുന്നു പോകുന്നു. അത് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നു. എന്തിനാ എന്ന് പറഞ്ഞേ സഹോദരി പറഞ്ഞേ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അവനും മറുപടി പറഞ്ഞു തരാം, പേടിക്കണ്ട, ക്ലാസ്സിന് വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. എന്തിനാ ശിംശോൻ്റെ മേൽ ആത്മാവ് വന്നത്? കൊല്ലാൻ. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ശിംശുവന്റെ ആത്മാവ് വന്ന് ശത്രുനിരയെ കൊന്നൊടുക്കാനാ. പച്ചമീനെ പിടിച്ച് കൊന്നുകൊണ്ടിരുന്ന പത്രോസിന്റെ മേൽ ആത്മാവ് വന്ന് ജീവിപ്പിക്കാനാ 3000 എണ്ണത്തിനെ ഒറ്റയടിക്ക്. നോക്കി ആളെ പിടിച്ച് കിടന്നവനോട് കർത്താവ് എന്താ പറഞ്ഞത്? ഒരു തെക്കും ഞാനും നമ്മളും പത്രോസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്. എത്രയോ താഴെ കിടക്കുന്ന ഒരാളാണ് പത്രോസ്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ മനുഷ്യനെ ആക്കില്ലേ? അതൊന്ന്. 2, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരാൻ പോവാ. ഓ, ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ. എനിക്ക് ആ പത്രോസ് ആയാൽ മതി ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മൾ കുറേ പഠിച്ച്, കുറേ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ച്, കുറേ സ്റ്റുഡൻറ്റിനെയൊക്കെ പഠിപ്പിച്ച്, വലിയ തിയോളജിമാരായിട്ട് എന്തിനു കൊള്ളാം നമ്മളെ കൊണ്ടൊക്കെ. പത്രോസ് എന്താ? സ്തോത്രം, മനുഷ്യനെ പിടിക്കുന്നവനാക്കി. സ്വർഗരാജ്യത്തിൽ ഒരൊറ്റ ദിവസം താക്കോലോട്ട് തുറന്നു കയറ്റിയ എത്ര പേരാ? 3000 എണ്ണത്തിനെ. അതിനുശേഷം പിന്നെ എത്ര എണ്ണത്തിനെ? ആരായി പത്രോസ്? തൂപ്പുകാരുടെ മുമ്പിൽ, വേലക്കാരൻ്റെ മുമ്പിൽ, ഞാനവനെ അറിയുന്നില്ല, നീ പറയുന്നത് മനസ്സിലാകുന്നില്ല, എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് പ്രാഗി യേശുവിനെ തള്ളിക്കളഞ്ഞവൻ. യേശു തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ, നീ കോടി പോകുന്നതിന് മുമ്പ് 3 വട്ടം അവനെ തള്ളിപ്പറയുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ പത്രോസ് ദുഃഖത്തോടെ പോയി കരഞ്ഞു. ആ പത്രോസിൻ്റെ കരച്ചിൽ നമ്മളൊന്ന് ഇമേജ് ചെയ്യണം ഹൃദയത്തിൽ. നമ്മളൊക്കെ നന്നാകണമെങ്കിൽ ആ പത്രോസിൻ്റെ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലൊന്ന് വരണം. കർത്താവേ, ഞാൻ ഗുണമില്ലാത്തവനാണ്, ഞാൻ അപ്രയോജനഭൃത്യനാണ്, എനിക്ക് അറിവില്ല കർത്താവേ, എനിക്ക് കഴിവില്ല കർത്താവേ, എനിക്ക് വചനജ്ഞാനമില്ല കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല കർത്താവേ, എനിക്കൊരു കഴിവുമില്ല കർത്താവേ. അവിടുത്തെ കരങ്ങളിൽ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ ദൈവത്തിൻ്റെ ദാസന്മാരെ? ഹല്ലേലൂയ. ഒരു ചലഞ്ച് മെസ്സേജായിട്ട് ഞാൻ നിങ്ങളുടെ മേൽ തരികയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഇതിനെ സാധൂകരിക്കുന്ന ഒരു വാക്യമാണ്. അതുകൂടി ഒന്ന് വായിച്ചാട്ട്, അത് വായിച്ച് 2-3 വാക്യം കൂടി പറഞ്ഞ് നമ്മൾ ഇരിക്കാൻ പോവാം. ഞാൻ ഇരിക്കാൻ പോവാം. വായിച്ചാട്ട്. റോമർ 15-18. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തു. അപ്പൊ പൗലൂസ് ഒന്നും ചെയ്തില്ല അവിടെ, അല്ലേ? പിന്നെ കർത്താവ് അവനിൽ കൂടി പ്രവർത്തിച്ചെന്ന്. കർത്താവ് പത്രോസിലൂടെ പ്രവർത്തിച്ചെന്ന്. ഇപ്പം നമ്മൾ കുറേ പ്രവർത്തിക്കാൻ നടക്കുക. നമ്മൾ കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യണ്ട, ഈ വചനം പറഞ്ഞാൽ മാത്രം മതി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പറഞ്ഞാൽ മതി. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ പറയുന്ന വചനത്തിലൂടെ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തോളൂ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചല്ലാതെ പൗലോസിന് മറ്റൊന്നും മിണ്ടാനില്ല, പത്രോസിനെ മറ്റൊന്നും മിണ്ടാനില്ല. പത്രോസിനെ പറ്റി ഒന്നും അറിയത്തില്ല. പൗലോസിനെ എന്തെങ്കിലും അറിയാന്ന് പറയാം. യോഹന്നാൻ യാക്കോബ് ഒന്നും അറിയത്തില്ല. അവർ തൂണുകളാ. എന്താണ് അവരിൽ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവിലെ സാക്ഷി എന്താണ് സംഭവിച്ചത്? സൈമൺ സാറ് പറയുന്ന പാട്ട് അറിയാമോ? നിജരായി ഗണിച്ചിരുന്ന പേത്രനാദിയായ ധീവരരെ ശേഷി കൊണ്ട് അലങ്കരിച്ചു പരംപ്രേഷണം ചെയ്തവനിൽ ഗുരുക്കളാക്കി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായ അപ്പോസ്തലന്മാർ ലോകത്തെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഗുരുക്കളാക്കി മാറ്റി. ചാള പിടിച്ച് നടന്ന, മീൻ പിടിച്ച് നടന്ന കർത്താവിൻ്റെ നിസ്സാരന്മാരായ ലോകം കണ്ട ശിഷ്യന്മാരെ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന പ്രൊഫസർമാരാക്കി, ഗുരുക്കന്മാരാക്കി, പണ്ഡിതന്മാരാക്കി. നമുക്ക് കുറേ പണ്ഡിതന്മാരുണ്ടല്ലോ നമ്മുടെ ആത്മീയ കോളത്തിൽ. നമുക്ക് കുറേ നേതൃത്വ നിരകളിൽ കുറേ പണ്ഡിതന്മാരും കുറേ ഡോക്ടർമാരും കുറേ റവറൻറ്റുമാരും കുറേ വമ്പന്മാരുണ്ടല്ലോ. എന്തിനു കൊള്ളാം അവരെയൊക്കെ? ഞാൻ ആക്ഷേപിക്കുകയല്ല. ഈ പത്രോസിൻ്റെ മുമ്പാകെ ആര്യകത്ത് നിർത്താൻ പറ്റുമോ അവരെ? അതുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് അറിവില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ലെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നീ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, അതാ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങളെങ്ങും പോകരുത്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും, മുൻപ് ശമരിയെ പോരെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തെ തള്ളിക്കളഞ്ഞ ശമര്യ ദേശം അവരോട് എല്ലാവരോടും ഭൂലോകത്തൊക്കെയും പോയി വചനം പ്രസംഗിക്കാനായിട്ട് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ടേക്ക് ദ പവർ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് എനിക്ക് ക്ലാസ് എടുക്കണം, എനിക്ക് ശക്തി വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിലിരുന്ന് പ്രാർത്ഥിക്കണം. വേറെന്താ വഴി? ഇതുപോലെ വായിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എന്നാലേ ആത്മശക്തി നമ്മളിൽ ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ.
എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിലൂടെ ദൈവം എന്തെങ്കിലും പറയത്തുള്ളൂ, ചെയ്യത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകിയാണ് സ്തോത്രം കർത്താവിൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചത്. ആത്മശക്തി. ഇന്ന് മുതൽ എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമൊന്നുമില്ല എന്ന് പറയേണ്ടതിന് നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാണുള്ളത്. ഈ മൺപാത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായിട്ട് കണ്ടു. എനിക്ക് വലിയ വിചിത്രം തോന്നി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായിട്ട് കണ്ടെന്ന്. സ്തോത്രം. ഈ നിക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ? ഡോളറോ പൊന്നോ വെള്ളിയോ അതുപോലെയുള്ള വലിയ വില കൂടിയ സാധനങ്ങളാണ്. അത് ഇപ്പോൾ വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത് നിക്ഷേപമായിട്ട് പരിശുദ്ധാത്മാവിനെ അവർ കണ്ടെന്ന്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു നിക്ഷേപമായിട്ട് കണ്ടുകൊണ്ട് ആ നിക്ഷേപം നമ്മൾ ഓരോ ദിവസവും സ്റ്റോർ ചെയ്ത് വലിയ ധനാഢ്യന്മാരായി തീരണം. ആത്മശക്തിയുള്ള ദൈവകൃപയുള്ള കരുത്തന്മാരായ ശിഷ്യന്മാരായി നമ്മൾ തീർന്നു കഴിയുമ്പോൾ ഈ ലോകത്തിൽ എന്തെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്തോത്രം. നമ്മൾ മുഖാന്തരം പലരും അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. നമ്മൾ മുഖാന്തരം നിത്യതയിലേക്ക് അനേകർ എടുക്കപ്പെടാനിടയായിത്തീരും. നമ്മൾ മുഖാന്തരം രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. സ്തോത്രം. ഞാനത് പ്രശംസിച്ച് പറയുകയല്ല, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നിലൂടെ. അപ്പം ഞാൻ അതിലേക്ക് ഞാനാണ് നോ അല്ല. നമ്മൾ വചനം പറഞ്ഞാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അത് ചെയ്തോളും. സ്തോത്രം. നമ്മൾ വ്യവസ്ഥ പ്രകാരം ജീവിക്കണം. സമയം എന്നെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ ആ വാക്യം വായിച്ച് നമുക്ക് കൺക്ലൂഷൻ ചെയ്യാം. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും എൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഇതൊക്കെ ചെയ്തു. നമുക്കിപ്പോൾ എന്താ ഇല്ലാത്തത്? നമ്മളിലൂടെ എന്താ നടക്കാത്തേ? നമ്മളിലൂടെ എന്ത് സംഭവിക്കുന്നില്ല? ഒരിക്കൽ ഞാനത് പറയുന്നതിൽ നിങ്ങൾ വേറെ ചിന്തിക്കരുത്. ഒരു കുഞ്ഞിന് കോവിഡ് വന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരൻ വിളിച്ചു പറഞ്ഞു, പക്ഷേ കൊച്ചി കോവിഡ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് വന്നു, പക്ഷേ ഈ കുഞ്ഞു കൊച്ചിന് കോവിഡ് വന്നാൽ സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന ഇപ്പം പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ കുഞ്ഞ് അതുപോലെ കഷ്ടപ്പെടുകയെന്ന്. ഞാൻ ആളോട് മുള്ളോട്ട് നോക്കി. ഞാൻ ദൈവകൃപയെ ശരണം ഒറ്റ പ്രാർത്ഥന, എനിക്കറിയത്തില്ല, ആ കുഞ്ഞിൻ്റെ കോവിഡിനെ ദൈവം എടുത്ത് മാറ്റി. സ്വതന്ത്രം. അപ്പം നമ്മളിലൂടെ ഇതൊക്കെ നടക്കും. ഇത് നമുക്കിത് ചെയ്യാൻ പറ്റും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഭൂതഗ്രസ്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒത്തിരി പറയാനുണ്ട്. ഞാനത് പറഞ്ഞ് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. അത് പറയാൻ പാടില്ല, പരസ്യമാക്കാൻ പാടില്ല. ഇതൊക്കെ സംഭവിക്കും നമ്മളിലൂടെ. പക്ഷെ നമ്മൾ വ്യവസ്ഥ പ്രാർത്ഥന നിന്നാൽ മതി. ഇതിവിടെ പഠിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് സാക്ഷി ചെയ്യുന്നതും അല്ലേ, അത് നമ്മളിലൂടെ നടക്കത്തില്ല എന്നാണ് എൻ്റെ ചോദ്യം. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചെയ്തത് നമ്മളിലൂടെ നടക്കില്ലെന്ന് എൻ്റെ ചോദ്യം. ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും നമ്മളിലൂടെ നടക്കത്തില്ല, ചെയ്യും. നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു മാറ്റുണ്ടാകാൻ, നമ്മുടെ കർത്താവിൻ്റെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മളെ മാനിക്കുവാൻ നമ്മളിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. നമ്മൾ ആ വ്യവസ്ഥ പ്രകാരം നിന്നാൽ മതി, വചനവസ്ഥ പ്രകാരം നിന്നാൽ മതി. അടുത്ത വാക്യം വായിക്കാം, കൺക്ലൂഷൻ ചെയ്യാൻ പോവാൻ ഞാൻ. അല്ലെങ്കിൽ വിവിധ വീര്യപ്രവൃത്തികളുടെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനോട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു. ആരായി കേട്ടവർ? ആദിമ അപ്പോസ്തലന്മാർ എന്ന് പറയണം. കാരണം തിമോത്തിയോസ് അപ്പോസ്തലനാണ്, ഫിലമോൻ അപ്പോസ്തലനാണ്, പിന്നെ ബർണബാസ് അപ്പോസ്തലനാണ്. ഇവരുടെ കൂടെ നടന്നവരൊക്കെ അപ്പോസ്തലന്മാരാണ്. പക്ഷേ ആദിമ അപ്പോസ്തലന്മാരെന്നുള്ളത് പിതാവ് തിരഞ്ഞെടുത്ത് പുത്രന് കൊടുത്ത അപ്പോസ്തലന്മാർ. ഒരു വിദ്യാഭ്യാസവും ഒരു പരിജ്ഞാനവും ഒന്നുമില്ലായിരുന്നു. ഇവർക്കൊരു പേരുണ്ട്, ഇടിമക്കളെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടിയിൽ പൂരുമായിരിക്കും, കാരണം വിവരമില്ലല്ലോ. സ്വതന്ത്രം. കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് ഇവരുടെ മേൽ ഇവരെ 3.5 വർഷം കൂടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച്, സ്വതന്ത്രം. അതല്ലേ കർത്താവിനെയൊക്കെ തള്ളിപ്പറയാനിടയായത്. അവരുടെ പരിജ്ഞാനവും വിവേകവും അത്രയേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിനുവേണ്ടി കാത്തിരിക്കണം. ശക്തി ലഭിച്ചിട്ട്, ആ ഡൈനാമിക് പവർ, ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമ്പോൾ ഇതെല്ലാം അവരിലൂടെയും നടക്കാനിടയായി, നമ്മളിലൂടെയും നടക്കും. ഒരു വെല്ലുവിളിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുക, ദേവദാസന്മാരെ ഏറ്റെടുക്കുക. എടുത്ത് നിങ്ങൾ ആ വചനത്തിന് ഭാഗം സമർപ്പിച്ച്, കർത്താവെ, ഈ അന്ത്യകാലഘട്ടത്തിൽ അങ്ങയെ പ്രസംഗിക്കുവാൻ, അങ്ങയുടെ വചനത്തിലൂടെ ജനരെ നേടിയെടുക്കുവാൻ. കർത്താവ്, ഇത് ഏറ്റവും വലിയ അത്ഭുതം ഒന്നുകൂടി പറയാം. അതുകൂടി പറഞ്ഞില്ലെങ്കിൽ വലിയ അബദ്ധമായി പോകും. രോഗി സൗഖ്യമാകുന്നതോ, ഭൂതം പോകുന്നതോ, കോവിഡ് പോകുന്നതൊന്നുമല്ല. അതൊക്കെ നിസ്സാര അത്ഭുതമാണ്. നരകക്കുഴിയിലേക്ക് പോകുന്ന ഒരുത്തൻ
ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരപ്പെട്ട് ഒരു ദൈവപൈതലായി നിത്യജീവന്റെ അവകാശിയായി തീരുന്നെങ്കിൽ അതിനേക്കാൾ അത്ഭുതം വേറെ ഇല്ലവേ ഇല്ല. ആത്മരക്ഷയാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം രോഗി സൗഖ്യമായാൽ അവൻ മാനസാന്തരപ്പെടാതിരുന്ന അവൻ പിന്നെ നരകത്തിൽ പോയി വീഴും. പിന്നെ അവനെ നരകത്തിൽ നോക്കിയാൽ മതി. ആ സമയത്ത് രോഗിയാണ്, അവൻ രോഗിയായിട്ടിരുന്ന് മരിക്കട്ടെ, രോഗിയായിട്ടിരുന്നവൻ മരിക്കട്ടെ, അവൻ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവപ്രമാണം അനുസരിച്ച് അവൻ രോഗിയായി മരിക്കട്ടെ, അവനെ നിത്യതയിൽ കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒത്തിരി സ്തോത്രം. സമയം മുമ്പോട്ട് പോയി, ദൈവമക്കൾ ക്ഷമിക്കുക. ഒന്ന് കൺക്ലൂഷൻ ചെയ്യാൻ പോവുക. സ്തോത്രം. വായിച്ചാട്ടെ 2-ന്റെ അവസാന വാക്യം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയ. അപ്പൊ കേട്ടവർ ഉറപ്പിച്ചു തന്നു എന്നുള്ളത് ആദിമ അപ്പോസ്തലന്മാർ. അവർ ഉറപ്പിച്ചു തന്ന ഈ അപ്പോസ്തലിക ഉപദേശം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം, ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ഈ രാജകീയ പ്രമാണം യാക്കോബ് പറയുന്നു. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം യാക്കോബ് പറയുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത ഉപദേശം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശം. പ്രവൃത്തി പുസ്തകം പറയുന്നു അപ്പോസ്തലന്മാരുടെ ഉപദേശം. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഈ രക്ഷയുടെ വചനങ്ങൾ, ഇത്ര വലിയ രക്ഷ, അതായത് ആത്മാവിൻ്റെ രക്ഷ. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോകുന്നത്, സാത്താനെ കല്ലെറിയാൻ പോകുന്നത്. സ്വത്രം. ഹിന്ദുക്കൾ അവരുടെ ദേവാലയങ്ങളും ദേവന്മാരിക്കുന്നിടത്തൊക്കെ ഇവിടെ നിന്ന് പണം മുടക്കി പോകുന്നതൊക്കെ ആത്മരക്ഷയ്ക്കാണ്. സ്വത്രം. ഇവെല്ലാം നടക്കുമോ? നമുക്കറിയാം, ഒന്നും നടക്കാൻ പോണില്ലെന്ന്. എന്നാൽ ഈ കർത്താവിൽ വിശ്വസിച്ച്, വചനങ്ങൾ വിശ്വസിച്ച് സ്വത്രം നമ്മൾ വരുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? ഇത്ര വലിയ രക്ഷ. ഈ രക്ഷയേക്കാൾ വലുതെന്താ ഉള്ളേ? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയേക്കാൾ എന്താ വലുതുള്ളത്? ഇത്ര വലിയ രക്ഷ. ഈ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയാൻ നമുക്ക് പറ്റത്തില്ല. എബ്രായ ലേഖനം സ്വത്രം 10-ന്റെ അവസാന വാക്യത്തിൽ നമ്മൾ എന്താ വായിച്ചത്? കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാണ്. ഏത് ക്രിസ്തുവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ വരവിൽ നമ്മൾ കൈവിടപ്പെട്ടു പോയാൽ, കർത്താവിൻ്റെ വരവിൽ സാമ്പോൾ പാസ്റ്റർ എടുക്കപ്പെടാതെ പോയാൽ, അതിനുമുമ്പ് ഞാൻ മരിച്ചുപോയ ഓർത്തെഴുന്നേറ്റ് വരണം, ജീവനോടിരുന്നാൽ എനിക്ക് രൂപാന്തരം കിട്ടണം. ഇത് രണ്ടും നമുക്ക് കിട്ടാതെ നമ്മളിവിടുന്ന് പോയാൽ അവസാനം കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകും. ആരുടെ? ഏത് ക്രിസ്തുവിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് തീരുന്നോ? വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ നിർത്തി നാം ചെയ്ത തെറ്റുകുറ്റങ്ങളെ വെളിപ്പെടുത്തിയിട്ട് സ്വത്രം സാത്താനുവിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് നമ്മളെ തള്ളിക്കളയും. ആ അവസ്ഥ നമുക്ക് ആർക്കും വരരുത്. ഈ 6 പേർക്കും വരരുത്. നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ആർക്കും വരരുത്. നമ്മൾ ഈ വചനം കേൾക്കുന്ന ആർക്കും വരരുത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ചിലപ്പോൾ ഇച്ചിരി വയലൻ്റ് ആകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ചിലപ്പോൾ ഇച്ചിരി രോഷാകുലനാകുന്നത്. അല്ലാതെ ആരോടും പകയോ പിണക്കോ വിദ്വേഷം ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ പോക്ക് ശരിയായ പോക്കല്ല എന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ച്, ഇന്ന് കേട്ട ഈ പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിച്ച്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത ഉപദേശം, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിന്ന പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ തക്കോണം, ഒരുങ്ങുവാൻ തക്കോണം സർവശക്തനായ ദൈവം നമുക്കേവർക്കും കൃപ തരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അല്പസമയം നമുക്ക് സ്വോത്രം ചെയ്യാം. സ്വോത്രം, സ്വോത്രം. എല്ലാവരും സ്വോത്രം ചെയ്യാം. എല്ലാവരും സ്വോത്രം ചെയ്യാട്ടെ. താവേ സ്വോത്രം, താവേ സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സമർപ്പിച്ച് 1-2 വാചകങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ.